ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം നമ്മൾ 2024 ഡിസംബർ 25 അന്തരിച്ച MT വാസുദേവൻ നായരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ സംഭാവനകൾ, ചലച്ചിത്രപരമായ സംഭാവനകൾ, മറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ തൊട്ടടുത്ത ദിവസം 2024 ഡിസംബർ 26 നമ്മുടെ രാജ്യത്തിന് നഷ്ടമായ ഒരു പ്രശസ്തനായ എക്കണോമിസ്റ്റ് അല്ലേ, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ 13ാമത്തെ പ്രധാനമന്ത്രിയായുള്ള മൻമോഹൻ സിംഗ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇനിയുള്ള PSC പരീക്ഷകളും നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ, നേട്ടങ്ങൾ, അതുപോലെ അവർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ, മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആക്ടൊക്കെ അദ്ദേഹമാണ് നടപ്പിലാക്കിയത്. അതുപോലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അല്ലേ, അപ്പം അതൊക്കെ നടപ്പിലാക്കിയത് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. സോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യ വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഖായിൽ 1932 സെപ്റ്റംബർ 26 ജനിച്ചു. 2024 ഡിസംബർ 26 അന്തരിച്ചു. അപ്പോൾ അദ്ദേഹം ജനിച്ചത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഖായിലാണ്. ഖായിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഖ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അത് എഴുതുക കേട്ടോ, ഖ. അദ്ദേഹം 1932 സെപ്റ്റംബർ 26 ജനിക്കുന്നത്. 2024 ഡിസംബർ 26, ഈ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കുക, അത് ചോദിക്കാം. 2024 ഡിസംബർ 26 അദ്ദേഹം അന്തരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയാണ് ആര്? മൻമോഹൻ സിംഗ്. 2004 മെയ് 22 ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലും എത്തി. ഓക്കെ, അദ്ദേഹം 2004 ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാത്ത പ്രധാനമന്ത്രിയാവുന്ന ആദ്യ വ്യക്തിയും കൂടെയാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ് ആര്? മൻമോഹൻ സിംഗ്. ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തിയും കൂടെയാണ് ആര്? മൻമോഹൻ സിംഗ്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. സിഖ് മതസ്ഥനായിട്ടുള്ള ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആര്? മൻമോഹൻ സിംഗ്. അമേരിക്കയുമായുള്ള ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് 2008 ജൂലൈ 22 മൻമോഹൻ സർക്കാർ ലോക്സഭയിൽ വിശ്വാസ വോട്ട് തേടി. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി സർക്കാർ വിശ്വാസ വോട്ട് അതിജീവിച്ചു. അപ്പൊ അദ്ദേഹം എന്താണ്, 2008 അദ്ദേഹത്തിന് എന്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്? വിശ്വാസ വോട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 2004 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാവുന്നത്. അതിനുശേഷം 2009 ടു 2014 കാലഘട്ടത്തിൽ എന്താണ്, മൻമോഹൻ സിംഗ് വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിലും അദ്ദേഹം 1982 ടു 85 കാലഘട്ടത്തിൽ 82 ടു 85 കാലഘട്ടത്തിൽ RBI ഗവർണർ ആയിരുന്നു. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF അംഗം എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് രാഷ്ട്രീയത്തിലെത്തുന്നത്. സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പടുത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നിടുകയാണ് സിംഗിന്റെ ആദ്യത്തെ പരിഷ്കാരം. അപ്പൊ നമുക്കറിയാം 1991 എന്താണ്, ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. സോ ആ സമയത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ആളാണ് ആര്? മൻമോഹൻ സിംഗ്. 1991 ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും സിംഗ് വ്യവസായികളുടെ ഇടയിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 91 അദ്ദേഹം എന്താണ്, ന്യൂ എക്കണോമിക് പോളിസി അല്ലെ, അതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് 2009 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രി. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 2004 അദ്ദേഹം ആദ്യ പ്രധാനമന്ത്രിയായി. 2009 വീണ്ടും എന്താണ്, അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയാവുന്നുണ്ട്. ഇതോടെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും എത്തുന്ന പ്രധാനമന്ത്രിയായി ആര്? മൻമോഹൻ സിംഗ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം ടേം കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയായിട്ട് ആര് മാറുന്നുണ്ട്? നമ്മുടെ മൻമോഹൻ സിംഗ് മാറുന്നുണ്ട്. 2010 ടൈം മാഗസിൻ
ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 ആളുകളിൽ ഒരാളായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ 2009 മൻമോഹൻ സിംഗ് രണ്ടാമത് പ്രധാനമന്ത്രിയാവുന്നത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും എത്തുന്ന പ്രധാനമന്ത്രിയായിട്ട് ആര് മാറുന്നുണ്ട്? മൻമോഹൻ സിംഗ് മാറുന്നുണ്ട്. 1982 ധനകാര്യമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി മൻമോഹൻ സിംഗിനെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായി നിയമിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു 82 ടു 85 വരെ അദ്ദേഹം എന്തായിരുന്നു? RBI ഗവർണർ ആയിരുന്നു. 85 മുതൽ 87 വരെയുള്ള കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിട്ട് മാറുന്നുണ്ട്. പിന്നെ അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനാണ്. ഓൾറെഡി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനായിട്ട് മാറുമല്ലോ. അപ്പോൾ 2004 തൊട്ടിട്ട് 14 വരെ എന്താണ് 10 വർഷക്കാലം അദ്ദേഹം എന്തായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റു. 91 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി, തുടർന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ UGCയുടെയും UPSCയുടെയും ചെയർമാനായിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? നമ്മുടെ മൻമോഹൻ സിംഗ് അല്ലെ. ഇപ്പൊ RBI ഗവർണർ ആയിട്ടുണ്ട്, UPSC ചെയർമാനായിട്ടുണ്ട്, UGCയുടെയും ചെയർമാനായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അതുപോലെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനും ആരുമായിട്ടുണ്ട്? നമ്മുടെ മൻമോഹൻ സിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, നരസിംഹറാവു നയിക്കുന്ന കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സിംഗ് സ്ഥാനമേറ്റു അല്ലെ. ഇപ്പോ 91 മുതൽ 96 വരെ 1991 മുതൽ 96 വരെ അദ്ദേഹം എന്തായിരുന്നു? നരസിംഹറാവു മന്ത്രിസഭയിൽ എന്തായിരുന്നു? അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്നു. ഓക്കെ, നരസിംഹറാവു മന്ത്രിസഭയിൽ അദ്ദേഹം 91 തൊട്ട് 96 വരെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്നു. ആ സമയത്താണ് 1991 പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, 91 മൻമോഹൻ സിംഗ് ആദ്യമായി രാജ്യസഭയിൽ എത്തുന്നത്. ആസാം സംസ്ഥാനത്തിൽ നിന്നുമാണ് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. അപ്പോൾ രാജ്യസഭയിലേക്ക് അദ്ദേഹം ആസാമിൽ നിന്നാണ് അദ്ദേഹം എത്തിയത്. ആദ്യമായിട്ട് അദ്ദേഹം രാജ്യസഭയിൽ എത്തുന്നത് ആസാം സംസ്ഥാനത്ത് നിന്നാണ്. അതൊക്കെ ചോദ്യമായിട്ട് വരാട്ടോ. 95, 2001, 2007 പിന്നീട് 2013 തിരഞ്ഞെടുക്കപ്പെട്ടത് ആസാം സംസ്ഥാനത്തിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ആസാമിൽ നിന്ന് അദ്ദേഹം വീണ്ടും ഒരുപാട് തവണ അല്ലെ, എത്രയാണ്? 5 തവണ ആസാമിൽ നിന്ന് അദ്ദേഹം എന്താണ്? രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 98 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ മൻമോഹൻ സിംഗ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ 98 മുതൽ 2004 വരെ അദ്ദേഹം എന്തായിരുന്നു? രാജ്യസഭാ നേതാവായിരുന്നു. 99 ദക്ഷിണ ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അപ്പോൾ 99 അദ്ദേഹം ആസാമിൽ നിന്നാണ് കൂടുതലായിട്ടും അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 99 ദക്ഷിണ ഡൽഹിയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു. ഓക്കെ, അപ്പോൾ 91 മുതൽ 2024 വരെ അദ്ദേഹം എന്താണ്? രാജ്യസഭയിൽ അംഗമായിരുന്നു. കോൺഗ്രസ് ടിക്കറ്റിലാണ് അദ്ദേഹം രാജ്യസഭ അംഗമായിട്ട് മാറിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അദ്ദേഹം ദക്ഷിണ ഡൽഹിയിൽ മത്സരിച്ചെങ്കിലും അദ്ദേഹം എന്താണ്? പരാജയപ്പെട്ടു. അതുപോലെ 98 മുതൽ 2004 വരെ അദ്ദേഹം എന്താണ്? രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു. 2004 തൊട്ട് 2014 വരെ പിന്നെ അദ്ദേഹം എന്തായിട്ട് മാറി? അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആരോഗ്യരംഗത്ത് മികച്ച സേവനങ്ങൾ സാധാരണ ജനങ്ങൾ ലഭ്യമാക്കാൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നൊരു പദ്ധതി മൻമോഹൻ സിംഗ് ആരംഭിച്ചു. അപ്പോൾ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM അത് കൊണ്ടുവന്നത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% സീറ്റ് സംവരണം പിന്നോക്ക ജാതിക്കാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹത്തിന് മറ്റൊരു പരിഷ്കാരമാണ്. അപ്പോൾ NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നൊരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% സീറ്റ് പിന്നോക്ക ജാതിക്കാർക്കായി മൻമോഹൻ സിംഗ് സർക്കാർ സംവരണം ചെയ്തു. ഗ്രാമീണ മേഖലകളിലുള്ള വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയുടെ തോത് കുറക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ. ഇപ്പോൾ നമുക്കറിയാം ഗ്രാമീണ മേഖലയിൽ കായികാധ്വാന ശേഷിയുള്ള 100 ദിവസം ശേഷിയുള്ളവർക്ക് 100 ദിവസം ജോലി ഉറപ്പു നൽകുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ അത് കൊണ്ടുവന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ മറ്റൊരു വിപ്ലവകരമായ നിയമനിർമ്മാണമായിരുന്നു വിവരാവകാശ നിയമം അല്ലെ. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. അതും കണ്ടോ, ഇത് പ്രകാരം ഇന്ത്യയിലെ സർക്കാർ ഭരണ നിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്നു. 2005 ജൂൺ 15 പാർലമെന്റ് പാസാക്കിയ ഈ നിയമം 2005 ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വന്നു. അപ്പൊ അതും നമ്മുടെ മൻമോഹൻ സിംഗിന്റെ ഒരു പരിഷ്കാരമാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം സകല മേഖലകളിലും അല്ലെ, അദ്ദേഹം RBI ഗവർണർ ആയിട്ടുണ്ട്, UPSCയും അതുപോലെ UGCയുടെയും അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിട്ട് മാറിയിട്ടുണ്ട്, 91 തൊട്ട് 96 വരെ ധനകാര്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, 98 മുതൽ 2004 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു രാജ്യസഭയിൽ, 2004 തൊട്ട് 2014 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു 2 ടേമായിട്ട്.
അപ്പോൾ ഒരുപാട് മേഖലകളിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. അദ്ദേഹം 2024 ഡിസംബർ 26 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇവിടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.